ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വർഷത്തെ എൻ്റെ ആദ്യത്തെ സ്റ്റഡി വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ ടേബിള് ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കുമായിരുന്നു. പിന്നെ ഞാൻ അതൊന്ന് ക്ലീൻ ചെയ്തു. ഇന്നലെ പഠിച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല, വൃത്തിയാക്കിയിട്ടില്ല. ഞാൻ മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് തിരിച്ച് പിറ്റേ ദിവസം വരുന്നപ്പോഴാണ് ഞാൻ ക്ലീൻ ആക്കിയത്. പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ട് എനിക്ക് ആ ഒരു സൈഡ് മടുത്തു. പിന്നെ വേറൊരു സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് കരുതി. അത്യാവശ്യം ലൈറ്റൊക്കെ കിട്ടുന്ന ഒരു സൈഡിലേക്ക് ഞാൻ പിന്നെ ടേബിൾ മാറ്റിയിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. ഫസ്റ്റ് സെക്ഷനിൽ ഞാൻ എടുത്തത് ഏൻഷ്യൻ്റ് ഹിസ്റ്ററി ആയിരുന്നു. അപ്പോൾ നമുക്കിനി എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 days, അതായത് ഒരു 16th വരെ നമുക്ക് ഏൻഷ്യൻ്റ് ഹിസ്റ്ററി പഠിക്കാനുള്ള ടൈമാണ്. ഈ ഒരു ടൈമിനുള്ളിൽ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുക, നോട്ട്സ് എഴുതി ഇത് റിവൈസ് ചെയ്യുക, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിൻറ്റ്സ് ആഡ് ഓൺ ചെയ്യണമെങ്കിൽ ആഡ് ഓൺ ചെയ്യുക. അങ്ങനെ ഫുള്ളി ഒരു പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടൈം കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ ഫുള്ളി ഏൻഷ്യൻ്റ് ഹിസ്റ്ററി പഠിക്കാനാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് മഹാജനപദാസ് തുടങ്ങി പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാരപ്പനും വേദിക്കും ഞാൻ നോക്കിയായിരുന്നു. നേരത്തെ ഞാൻ പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഓൾറെഡി ഞാൻ ഈ ഒരു ടൈമിൽ ഗ്യാപ്പിൽ ഞാൻ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാരപ്പനും വേദിക്കും. അപ്പോൾ പിന്നെ ഉള്ളത് ബുദ്ധിസം ജൈനിസമാണ്. ബുദ്ധിസം ജൈനിസം ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. ഏൻഷ്യൻ്റ്, അതായത് ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഒപ്പം ബുദ്ധിസം ജൈനിസം കൂടി പഠിക്കാനാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഓൾറെഡി ഈ ഒരു മൗര്യൻ ഏജും ഗുപ്ത ഏജും ശക പീരീഡും ഒക്കെ പഠിക്കുമ്പോൾ ഈ ബാലൻസ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ജൈനിസം ബുദ്ധിസം ഒക്കെ വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം ഇപ്പോൾ മൗര്യൻ ഏജിലായാലും ബുദ്ധിസത്തിൻ്റെ ഇപ്പോൾ അശോക ആയാലും ഒക്കെ ബുദ്ധിസത്തിൻ്റെ പാട്രൺസാണ്. ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ബുദ്ധിസത്തിനെ കുറിച്ച് ഒന്നുകൂടി പഠിക്കും. പിന്നെ ഓൾറെഡി ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ബുദ്ധിസം ജൈനിസം. പിന്നെ ഉള്ളത് നമുക്ക് ആർട്ട് ആൻഡ് കൾച്ചറിലാണ്. ആർട്ട് ആൻഡ് കൾച്ചർ വരുമ്പോൾ നമുക്ക് ഒന്നും കൂടി അത് റെഫർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. 2026 തുടങ്ങിയിട്ട് നമ്മളിപ്പോഴാണ് കാണുന്നത്. ഇത് ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്റ്റഡി വ്ളോഗാണ് 2026. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് 2026 തുടങ്ങിയിട്ട്? അടിപൊളിയായിരുന്നു. ഓക്കെ, എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയ കാര്യത്തിനുണ്ടല്ലോ. അപ്പോൾ എൻ്റെ അമ്മ പറയാറുണ്ട്, ഇപ്പോൾ നമ്മളൊരു വർഷം എങ്ങനെയായിരിക്കും, ആ ഒരു 1-ാം തീയതി എങ്ങനെയായിരിക്കും അതുപോലെ ആയിരിക്കും ത്രൂ ഔട്ട് ആ വർഷം എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ വലിയ കാര്യത്തിന് ഓക്കെ 2026 വരെയാണ്, അടിപൊളിയാക്കണം, സെറ്റാക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറേ റെസൊല്യൂഷൻസും എഴുതി വെച്ച്, കുറേ പ്ലാനിങ്ങും എഴുതി വെച്ച്, ഇത്ര മണിക്ക് എഴുന്നേൽക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, സിലബസിൽ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്, അങ്ങനെയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. പക്ഷേ എന്തായിരുന്നു പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 31-ാം തീയതി വൈകുന്നേരം ആയപ്പോൾ തന്നെ ഞാൻ കിടക്കുന്നു, പനിയും ഇതായിട്ട് തലവേദനയൊക്കെ ആയിട്ട്. പനിയും തലവേദനയും ജലദോഷവും തൊണ്ടവേദനയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 31-ാം തീയതി ഞാൻ പിന്നെ വീണു. പിന്നെ അത് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്നത് ഒരു 4-ാം തീയതി ആയപ്പോഴാണ്. ജനുവരി 4-നാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. 1-ാം തീയതിയൊക്കെ ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഇവിടെ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കുമ്പോൾ ഞാനിവിടെ ബെഡിൽ കിടക്കുമായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു എൻ്റെ ന്യൂ ഇയർ എന്ന് പറയുന്നത്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു പെർഫെക്റ്റ് ടൈം നമ്മൾ നോക്കി നിൽക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വേറൊരു സമയത്തേക്ക് മാറ്റി വയ്ക്കാതെ, ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി മാറ്റി വയ്ക്കാതെ അപ്പം തന്നെ ചെയ്യുക. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് തിങ്. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ടൈം ആ കാര്യം ചെയ്യാനുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം എന്ത് പറ്റും അല്ലെങ്കിൽ എന്തായിരിക്കും എന്നെ എന്ന് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം ഓക്കെ 1-ാം തീയതി ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇത്ര മണിക്ക് എഴുന്നേൽക്കണം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇതൊക്കെ പഠിക്കണം എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഞാൻ ആ ഫുൾ ഡേ കിടപ്പിലായിരിക്കും. ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല. പക്ഷെ
അങ്ങനെ ആയിപ്പോയി. സോ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ എപ്പോഴാണോ അങ്ങനെ വിചാരിക്കുന്നത് ആ ടൈമിൽ തന്നെ ചെയ്യുക. നമ്മളൊരു പെർഫെക്റ്റ് ടൈം നോക്കി നിൽക്കാൻ പാടില്ല എന്ന് മനസ്സിലായത്. ഒരു 6 അവേഴ്സ് ഞാൻ ഹിസ്റ്ററി റിവൈസ് ചെയ്ത് കഴിഞ്ഞു. അത് പിന്നെ ഞാൻ നോക്കിയത് കറണ്ട് അഫയേഴ്സായിരുന്നു. കറണ്ട് അഫയേഴ്സിൽ ഇപ്പോൾ ഹിന്ദുവിൽ
ഇപ്പോൾ US ഇത് പുതിയത് ഇപ്പോൾ US വെനസ്വേലനെ അറ്റാക്ക് ചെയ്തല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കുമായിരുന്നു. നെറ്റിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയും US ആയിട്ടുള്ള ഡിഫൻസ് എഗ്രിമെൻറ്റ്സ് ഏതൊക്കെയാണ് സൈൻ ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്യുമായിരുന്നു. ചിലപ്പോൾ ചോദിച്ചാലും പറയാൻ പറ്റില്ലല്ലോ UPSC അല്ലേ. അപ്പോൾ ഞാൻ അതൊക്കെ എഴുതി വെക്കാൻ കരുതി. അപ്പോൾ അതായിരുന്നു ഞാൻ എഴുതി വെച്ചേക്കുന്നത്. PRB, പിന്നെ പേയ്മെൻറ്റ് റെഗുലേഷൻ ബോർഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണം. സോ അതിൻ്റെയൊക്കെ നോട്ട്സ് നോക്കണം. ഞാൻ റെഫർ ചെയ്യുന്ന ന്യൂസ് പേപ്പർ ഹിന്ദുയുടെ ന്യൂസ് പേപ്പറാണ്. പിന്നെ ഞാൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഞാൻ ഡെയിലി നോക്കുന്നുണ്ട് കേട്ടോ. കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു 1 hours അത് റിവിഷൻ ചെയ്തുമായിരുന്നു. അതായത് എഴുതിയ നോട്ട്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വേണം എനിക്കിനി PSCയുടെ ക്ലാസ്സസ് ഉണ്ട്, കറണ്ട് അഫയേഴ്സിൻ്റെ, അത് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഓൺലൈനായിട്ടാണ് കേട്ടോ PSCയുടെ ഇതിന് ജോയിൻ ചെയ്തത്. കാരണം എനിക്കിപ്പോൾ സെൽഫ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കതിനും വേണ്ടി അത്രയും ടൈമില്ല PSCക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഒരു ക്ലാസ് ഇപ്പോൾ കറണ്ട് അഫയേഴ്സിനായാലും എനിക്കിപ്പോൾ മസ്റ്റായിട്ട് വേണ്ടി വരും. കാരണം നമുക്ക് അത്രയും ടൈമും അതിന് കൊടുക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലില്ലല്ലോ. കാരണം UPSC കൂടെ കൊണ്ടുപോകണ്ടേ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലാസ്സസ് ആയാലും എനിക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് ആണെങ്കിൽ അവരുടെ ഇതിനനുസരിച്ച് പോകേണ്ടി വരും. ഓൺലൈൻ ആകുമ്പോൾ പിന്നെ എൻ്റെ സൗകര്യത്തിന് എനിക്ക് നോക്കിയാൽ മതിയല്ലോ, റെക്കോർഡഡ് ക്ലാസ്സസ് എടുത്ത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. UPSCയുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് സമയം PSCക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ PSCയുടെ ഇപ്പോൾ ഇന്ന് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സസാണ് ഞാൻ കാണുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സസ് കണ്ടു. ഈ സാറ് നല്ലപോലെ ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു സാധനം പറയുമ്പോൾ അപ്പം തന്നെ നമ്മളിപ്പോൾ എഴുതുമ്പോൾ തന്നെ നമ്മളത് പഠിച്ചു പോകുന്നുണ്ട്. ഒരു പ്രത്യേക വേറൊരു സെക്ഷൻ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇനി വേറൊരു സെക്ഷൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മളത് ക്ലാസ് കാണുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി അത് പഠിച്ചു പോകുന്നുണ്ട്. സോ അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ.